اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുടെ വഴിയിൽ പ്രവേശിച്ച ഒരു വ്യക്തിക്ക് സാധാരണയായി നമ്മൾ മുരീദ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വഴിയിൽ തന്നെ മുരീദ് എന്നും മുറാദ് എന്നും രണ്ട് വകുപ്പുണ്ട്. ആ മുരീദ് തന്നെ ഹഖീഖിയായ മുരീദുണ്ട്, മജാസിയായ മുരീദുണ്ട്. മുരീദ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് മുരീദിൻ്റെയും മുറാദിൻ്റെയും വ്യത്യാസം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലി അന്നൽ മുരീദ യസീറു, മുരീദ് എന്ന് പറയുന്ന ആള് നടക്കുന്ന ആളാണ്. വൽ മുറാദു യത്തീറു, മുറാദ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന ആളാണ്. ശരിക്കും ഒരു മുരീദാകണം ആദ്യം, എന്നാലേ പിന്നെ മുറാദ് എന്ന് പറയുന്ന പദവിയിലേക്ക് ഒരാൾ എന്ത് ചെയ്യുള്ളൂ, എത്തുള്ളൂ. മുരീദ് ഹഖീഖി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ഒരു തർബിയത്തിൻ്റെ ഷെയ്ഖിൻ്റെ തഹത്തിൽ ഉള്ള മുരീദ്, ആ തർബിയത്തിൻ്റെ ഷെയ്ഖ് എന്താണോ അവനോട് നിർദ്ദേശിച്ചത് അതിൽ ഒരു ശങ്കയില്ലാതെ വിധം പൂർണ്ണമായി അനുസരിക്കുന്നവനാണ് മുരീദ് എന്ന് പറയാം. അത് ചിലപ്പോൾ പ്രയാസപ്പെടുത്തുന്ന അമലുകൾ ഉണ്ടാവും, ഉറക്കമൊഴിക്കേണ്ട ഇബാദത്തുകൾ ഉണ്ടാവും. ഷെയ്ഖ് ഏതൊരു കാര്യം നിർദ്ദേശിച്ചാലും അത് തൃപ്തിയോടുകൂടെ അംഗീകരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാണ് മുരീദ് എന്ന് പറയാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ആളെ മുമ്പിൽ കിടക്കുന്ന മയ്യത്തിനെ പോലെ ആയിരിക്കണം മുരീദ്. അതായത് ഷെയ്ഖ് എന്ത് ചെയ്താലും അത് പൂർണ്ണ മനസ്സോടുകൂടെ, സ്വന്തമായിട്ടൊരു തീരുമാനമല്ല, സ്വയം അവനക്കൊരു തീരുമാനമല്ല, തൻ്റെ ഷെയ്ഖ് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം മാത്രം ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ മുരീദ് എന്ന് പറഞ്ഞാൽ. അതാണ് ഹഖീഖിയായ മുരീദ്. ഇനി മജാസിയായ മുരീദ് എന്ന് പറഞ്ഞാൽ മുരീദിൻ്റെ വസ്ത്രം കണിഞ്ഞിട്ട് കൂടെ ഉണ്ടാവും, എല്ലാ സദസ്സിലും അവന് പങ്കെടുക്കും, പക്ഷേ ഒരു ഹഖീഖിയായ മുരീദാവൂല. പിൽക്കാലത്ത് ആ ഒരു സുഹബത്ത് കൊണ്ട് പിന്നെ അവൻ എന്തായി മാറലാണ്, ഒരു ഹഖീഖിയായ മുരീദായി മാറലാണ്. ഒരു മുരീദിൻ്റെ ഉദാഹരണം ബഹുമാനപ്പെട്ട സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി തൂരിസീന പർവ്വതത്തിലേക്ക് നടന്നിട്ടാണ് പോയത്. അതന്നെ എത്ര ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയത്. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറാദ് എന്ന് പറയുന്ന പദവിയുള്ള ആളാണ്. അള്ളാഹിന്റെ റസൂലിനെ ഇങ്ങോട്ട് റസൂലുള്ളാഹിനെ കൊണ്ടാകാൻ വേണ്ടി ഇങ്ങോട്ട് അകമ്പടിയായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ബുറാഖി എന്ന് പറയുന്ന അത്ഭുത മൃഗമുണ്ട്. അതിൻ്റെ പുറത്ത് കയറ്റി അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ഒന്ന് ബിദായത്തിൻ്റെ മക്കാമും ഒന്ന് നിഹായത്തിൻ്റെ മക്കാമുമാണ്. ബിദായത്ത് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു മുരീദിനുണ്ടാകുന്ന അവസ്ഥ, അതിനേക്കാണ് മുരീദിൻ്റെ അവസ്ഥ എന്ന് പറയാം. രണ്ടാമത്തെ മുറാദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ഒരു മക്കാമിലെത്തിയ ആളുകൾക്കാണ് എന്ത് പറയാ,
മുറാദ് എന്ന് പറയാം. മുരീദ് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കണം എന്ത്? ഷെയ്ഖിന്റെ പൂർണ്ണമായ തൃപ്തി. അതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി, അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി. എന്നാൽ മുറാദ് എന്ന് പറഞ്ഞാൽ അവനിൽ അള്ളാഹു താല പ്രത്യേകമായി അവനിൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കേ മുറാദ് എന്ന് പറയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഇശ്റഹ് ലി സ്വദിരി, റബ്ബി അള്ളാഹുവേ, ഇശ്റഹ് നീ വിശാലമാക്ക്, സ്വദിരി എൻ്റെ ഹൃദയത്തിന്. അല്ലേ? അള്ളാഹിന്റെ റസൂൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത റബ്ബി ഇശ്റഹ് ലി സ്വദിരി, അങ്ങോട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക, അലം നശ്റഹ്, നബിയെ നമ്മൾ വിശാലമാക്കി തന്നില്ലയോ സുദ്റക, നിങ്ങളുടെ ഹൃദയത്തിന്. അല്ലേ? നേരത്തത് അങ്ങോട്ട് ചോദിച്ചു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം, അതൊരു മുരീദിന്റെ മക്കാമാണ്. എന്നാൽ മുറാദിന്റെ മക്കാം എന്താണ്? ഇങ്ങോട്ട് ചോദിച്ചാതെ തന്നെ കൊടുത്തു, അലം നശ്റഹ് ലക സദ്റക, നബിയെ നിങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലമാക്കി തന്നില്ലയോ. അത് ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. അപ്പൊ ഏതൊരു മുരീദും അവൻ വഫാത്താകുന്നതിൻ്റെ മരണപ്പെടുന്നതിൻ്റെ മുമ്പേ ഒരു മുറാദായിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാണ്ടോ? ആ മുറാദായി ആ മക്കാമിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് സത്യത്തിൽ എന്ത് കിട്ടുക? ഫതുഹുൽ അക്ബർ എന്ന് പറയുന്ന മക്കാമിലേക്ക് അങ്ങനത്തെ ആളുകളാണ് എത്തുക. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അപ്പോൾ പ്രധാനമായും ഒരു മുരീദ് മുറാദ് ആകാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഒരു മുരീദ് മുറാദ് ആകാതിരിക്കാൻ കാരണം എന്താ? ഈ മുരീദ് ചെയ്യുന്ന അമലുകൾക്ക് ഓൻ എന്തെങ്കിലും ഒരു പകരം വെക്കുന്നു. ഇപ്പം എൻ്റെ അമല് കൊണ്ട് എനിക്ക് ഇന്ന സാമ്പത്തികമായ ലാഭം വേണം, എനിക്ക് അഭിവൃദ്ധി വേണം. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഒരു യഥാർത്ഥ തിജാനി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുന്യവിയും ഉഖ്റവിയുമായി ഉണ്ടാകുന്ന ഗുണഗണങ്ങളൊക്കെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായി അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകളെ അള്ളാഹു തആല പരീക്ഷിക്കൂലേ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് അങ്ങയെ വല്ലാതെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങയെ വല്ലാതെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? എങ്കിൽ നീ എന്തിനു തയ്യാറായിക്കോ? പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ നീ തയ്യാറായിക്കോ. ഹുബ്ബിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് പ്രയാസത്തിൻ്റെ വഴി തന്നെയാണ്, കഷ്ടപ്പാടിൻ്റെ വഴി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ ത്വരീഖത്തിൻ്റെ അമലുകൊണ്ട് ദുന്യവിയായ ഒരു കാര്യം ഉദ്ദേശിക്കാൻ പാടില്ല. ദുന്യവിയായ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി എത്രമാത്രം അമലുകൾ വേറുണ്ട്, അല്ലേ? ഒരുപാട് അമലുകൾ വേറുണ്ട്. ദുന്യവിയായ പിന്നെ സാമ്പത്തികമായ ലാഭത്തിനും കടങ്ങൾ വീടാനും അല്ലെങ്കിൽ അഭിവൃദ്ധിക്കും മക്കൾ സ്വാലിഹീങ്ങളാകാനും മറ്റു ദുന്യവിയായ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിനൊക്കെ അദ്കാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു തൽസമാത്തിന്റെ ഒരാളടുത്തേക്ക് നമ്മൾ പോയാൽ മതി, മൂപ്പരെല്ലാം ശരിയാക്കി തരും. എന്നാൽ ത്വരീഖത്തിന്റെ അമൽ എന്ന് പറഞ്ഞാൽ അൽ വുസൂലു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വുസൂലാകാനുള്ളതാണ്, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ളതാണ് ത്വരീഖത്തിന്റെ അമല്. അല്ലേ? അസ്സൈറു വസ്സുലൂക്ക് ഇലാ മലിക്കുൽ മുലൂക്ക്, രാജാതിരാജനായ അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയാണ് ത്വരീഖത്തിന്റെ അമല് എന്ന് പറയുന്നത്. ആ അമല് കൊണ്ട് ദുന്യവിയായ ഉദ്ദേശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവൻ ആ മുരീദിൽ ഇങ്ങനെ നിൽക്കും. അവന് മുറാദ് ആകാൻ എന്ത് ചെയ്യൂല? ആ വ്യക്തിക്ക് എന്ത് ചെയ്യൂല? കഴിയില്ല. പലപ്പോഴും നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ നമ്മൾ ഉയരാതെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്ന അമലുകളെ നമ്മൾ വേണ്ട വിധം പരിഗണിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ജവാഹിറുൽ മആനി എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരാള് വിർദ്, വലീഫ അല്ലെങ്കിൽ ഹൈലല ഈ അമലുകൾക്ക് ഇരിക്കുമ്പോൾ ആളുകൾ കാണുന്ന സ്ഥലത്ത് ഇരിക്കരുതെന്ന. എന്താ കാരണം? നമ്മളെ ഓല് തസ്ബീഹ് ഉണ്ടാവും. നമുക്ക് ഓലെന്തുണ്ടാവും? തസ്ബീഹ്. അപ്പൊ ജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒരാൾക്ക് വിർദിനോ വലീഫക്കോ ഇരിക്കാൻ പാടില്ല. അത്രമാത്രം സൂക്ഷിച്ചുകൊണ്ടാണ് മുൻകഴിഞ്ഞ ആരിഫീങ്ങളാകുന്ന ആളുകളൊക്കെ വിർദും വലീഫും ചെല്ലുന്നത്.
നമ്മൾ നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ കടന്നിട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുന്നതിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ മൊബൈൽമ കളിച്ചതിൻ്റെ അടിയിൽ, ഇങ്ങനെ നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു താലാൻ്റെ മൻദർ എന്ന് പറഞ്ഞ സ്ഥലം, അള്ളാഹിൻ്റെ നോട്ട സ്ഥലം എവിടെയാണ്? വലാക്കിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത്. ഹൃദയം അള്ളാഹു താലാക്ക് നമ്മൾ സമർപ്പിച്ചിട്ടേ അല്ല. ഹൃദയം മൊബൈലും വേണം, അല്ലെങ്കിൽ ഹൃദയം പത്രം വായനയും വേണം, അല്ലെങ്കിൽ ഹൃദയം മറ്റു ദുന്യവിയായ ശുഗലും വേണം. മാല മറിയണുണ്ട്, മാല ഇങ്ങനെ മറിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കൽബ് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല, അള്ളാഹു താലാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മുരീദ് ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് എങ്ങനെ കയറും? ഓൻ എങ്ങനെ മശായിഖന്മാർ ഒരു യഥാർത്ഥ മുരീദായിട്ട് പിന്നെ ഓനെ കാണുന്ന എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ ചെയ്യുന്ന അമലുകളിൽ ശക്ക് വരിക, സംശയങ്ങൾ വരിക, മശായിഖന്മാരിൽ നമുക്ക് എന്ത് ചെയ്യുക, സംശയങ്ങൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ദുന്യവിയായ ശുഗലിലേക്ക് നമ്മൾ പോവുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കയറാൻ കഴിയില്ല. ഒരു യഥാർത്ഥ മുറാദായി കഴിഞ്ഞാൽ അവനെ കണ്ടാൽ തന്നെ മറ്റുള്ളവർ ഹിദായത്തിലേക്ക് വരും. ആ ഒരവസ്ഥയിലേക്ക് ഒരാൾ വരണമെന്നാ ബഹുമാനപ്പെട്ട അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു, ഇടിയങ്ങര ശേഖ് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ കണ്ടാ ജനങ്ങൾ ഹിദായത്തിലായി മാറി അല്ലേ? അദ്ദേഹം പൊന്നാനിയിൽ കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടന്നപ്പത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാ. മൂപ്പരൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്ത് കാണിച്ചിട്ടില്ല. ആ ഒരു ഇലാഹിയായ പ്രഭാവം മൂപ്പരിൽ ഞെളിച്ചു കണ്ടു ആളുകൾ. നമുക്ക് തുടരാൻ പറ്റുന്ന ആളാണ് ജനങ്ങൾക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിൻ്റെ ഒരു കഥ ഉണ്ട്. ബഹുമാനപ്പെട്ട ഒരു വലിയ മക്കാമിലെത്തിയ സമയത്ത്, അന്ന് ബഹുമാനപ്പെട്ട ഒരു വീടൊന്നും വലിയ ഉഷാറുള്ള വീടായിട്ടില്ല, പിൽക്കാലത്താണ് പിന്നീടതായത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിൻ്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ കടന്നു. അപ്പോൾ ഗൗസുൽ ആലം ഭാഗത്ത് തന്നെ കിടക്കുന്നുണ്ട്. കള്ളം കടന്നിട്ട് ഒരുപാട് തപ്പി നോക്കി, ഒന്നും കിട്ടണില്ല, ഒന്നും കിട്ടില്ല. നിരാശനായിട്ട് ആ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അങ്ങോട്ട് ഉണർന്നത്. ഗൗസുൽ ആലമിനെ കണ്ടപ്പോൾ ഇയാളിങ്ങനെ പേടിച്ച് പറക്കാൻ തുടങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിരാശനായിട്ട് പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല ആഖിറത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു ഭാണ്ഡവുമായി പോകാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞേറ്റ് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞിരുന്നതാണ്. എന്നാൽ നീ പോയി ഉളു ഉണ്ടാക്കുക. എന്നാൽ നിങ്ങൾ പോയിട്ട് ഉളു ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ആ കള്ളനായ മനുഷ്യനെ ഉളു ഉണ്ടാക്കാൻ പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കും, എൻ്റെ കൂടെ ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാളും വേറെ വേറെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഇതായിരുന്നു, അള്ളാഹുവേ, ദുന്യവിയായൊരു വിഭവത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്, അത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ആഖിറത്തിലേക്ക് നീ എല്ലാ നിലക്കുള്ള വിഭവം ഈ മനുഷ്യന് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഇതായിരുന്നു. അതോടുകൂടെ ഇയാളെ ഹൃദയത്തിൽ കിടക്കുന്ന ശൈത്താനാണ് പോയി. പിന്നെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിൻ്റെ ഏറ്റവും വലിയ മുരീദായിട്ട് ഈ കള്ളനായ വ്യക്തിയായി. നമുക്കൊക്കെ അതുപോലെ ആകാനുള്ള കഴിവ് ഓരോ മനുഷ്യരിലും അല്ലാഹു തആല അതിനുള്ള ഹിഫ്ളും ഖുവ്വത്തും എല്ലാം അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് തന്നെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു നഫ്സിൻ്റെയും ശൈത്താൻ്റെയും ഈ കരാളഹസ്തങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായി തിജാനി ത്വരീഖത്ത് സ്വീകരിച്ച അല്ലെങ്കിൽ അതിൻ്റെ മുഹിബ്ബീങ്ങളാകുന്ന ആൾക്കാരോട് പ്രത്യേകമായി പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന അമലുകൾ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ ഹറക്കത്തുകളിലും മശായിഖന്മാരെ മദതുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങളുടെ കിതാബ് നോക്കിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ടവർ അല്ലാഹു തആല സദാസമയത്തും ഒരു മനുഷ്യനോടുകൂടെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ എന്ത് പ്രവർത്തിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നോക്കുന്നതോടുകൂടെ അവൻ്റെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് പതിയുന്നുണ്ടോ എന്ന് അള്ളാഹു തആല പ്രത്യേകമായിട്ട് നോക്കുന്ന. അവന് പല ജോലികളും അള്ളാഹു തആല കൊടുക്കും. മുഅല്ലിമിൻ്റെ ജോലി കൊടുക്കും, മുതഅല്ലിമിൻ്റെ ജോലി കൊടുക്കും, മുദരിസിൻ്റെ ജോലി കൊടുക്കും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൻ്റെ ജോലി കൊടുക്കും, അല്ലെങ്കിൽ മറ്റു ഡ്രൈവർമാരുടെ പല ജോലി കൊടുക്കും. ഈ ജോലികളൊക്കെ ഞാൻ അവർക്ക് നൽകിയിട്ട് ആ സമയത്ത് അവൻ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അള്ളാഹു തആല പ്രത്യേകമായിട്ട് എന്ത് ചെയ്യും, ഓരോ മനുഷ്യന്മാരിലേക്കും നോക്കുന്ന, ഓരോ മനുഷ്യന്മാരിലേക്കും നോക്കും.
മനസ്സിലാണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾ, സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിലും, അസ്തഗ്ഫിറുല്ലാഹ് ആണെങ്കിലും, അള്ളാഹ് എന്ന ദിക്റാണെങ്കിലും, ഏത് ദിക്റിനും എന്തുണ്ട്, അതിൻ്റെയൊക്കെ ഓരോ ഹർഫിലും ഹർക്കത്തിലും എന്തുണ്ട്, മശായിഖന്മാരെ മദത് നമുക്ക് കിട്ടാണ്ട്. പക്ഷേ നമുക്കത് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്തത് നമ്മുടെ പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ അത് അതേ സമയത്ത് നമ്മളെ കൽബിൽ എഫക്റ്റ് ചെയ്തുകൊള്ളുന്നില്ല. എല്ലാവർക്കും ഒരേ മാതിരി ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, മുസ്തഫ അമൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ മുസ്തഫക്ക് അത് ശരിക്കും ആസ്വദിക്കാനും അതിൻ്റെ ആനന്ദവും അത് ശരിക്കും ഇങ്ങനെ അനുഭവിച്ച് മനസ്സിലാവും. എന്നാൽ മുസ്തഫാൻ്റെ അടുത്ത് നിൽക്കണ, അവനേക്കാൾ ഉഷാറായിട്ട് അമൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ അമൽ ചെയ്യുന്ന, ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന ആൾക്ക് അത്ര അങ്ങോട്ട് എന്ത് ഉണ്ടാവില്ല, ആനന്ദിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതെന്താ കാരണം? ഒരാളെ ഹൃദയത്തിലെ അള്ളാഹുവിന് 100 കടക്കാൻ പാകമായിട്ടുള്ളൂ. മറ്റയാളെ ഹൃദയത്തേക്ക് അള്ളാഹിന് 100 കടക്കാൻ എന്ത് ചെയ്തിട്ടില്ല, പാകമായിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ പർവ്വതത്തിലേക്ക് പിന്നെ ആ 100 അല്ലേ, ആ തൂർ പർവ്വതത്തിലേക്ക് ആ 100 വന്നത് കണ്ടിട്ട് മൂസാ നബി എന്ത് ചെയ്തു, ബോധം കെട്ട് വീണു. അള്ളാഹിന്റെ റസൂല് കാബ കൗസൈനിയവ് അതിന, അമ്പ് വില്ലിനോട് അടുക്കുന്നത് പോലെ അടുത്തിട്ട് റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്? അള്ളാഹു എന്ന് പറയുന്ന ആ മഹാസത്തയെ പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞു? അള്ളാഹിന്റെ റസൂലിന് കഴിഞ്ഞ്. മൂസാ നബി അലൈഹി സ്വലാമിനൊക്കെ കഴിഞ്ഞില്ല. മൂസാ നബി പ്രവാചകനാകായിട്ട അല്ല, ആ ഹൃദയഭൂമി അതിനെ വിശാലമായിട്ടില്ല. എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ, എൻ്റെ 100കളൊക്കെ നമ്മളെ കൽബിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ ഹൃദയം പാകമാകാത്തത് കൊണ്ട് അത് പൂർണ്ണമായ അതിൻ്റെ അസ്റാറുകൾ നമ്മുടെ ഹൃദയം സ്വീകരിക്കണില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ സാധാരണ എല്ലാവർക്കും അറിയുന്നൊരു ഉദാഹരണം. ഇപ്പം ഞാനും മുസ്തഫയും രണ്ടാളും പാടെ നടന്നു പോവുകയാണ്. അപ്പോൾ നല്ല പൊടിയുള്ള സ്ഥലമാണ്, പൊടിയുള്ള സ്ഥലമാണ്. എനിക്ക് അതിൽ കൂടെ നിന്ന് പോയപ്പോൾ ഞാൻ ഭയങ്കര തുമ്മൽ. മുസ്തഫാക്ക് യാതൊരു കുഴപ്പമില്ല, രണ്ടാളും ഒരേ തുല്യരായ ആൾക്കാർ തന്നെയാണ്. പക്ഷെ എനിക്ക് ആ പൊടി കൂടെ പോയപ്പോൾ എനിക്ക് തുമ്മൽ സംഭവിച്ചു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ? എൻ്റെ ശാരീരിക പ്രകൃതിക്ക് ആ പൊടി പടലം എനിക്ക് എന്തുണ്ടാക്കും, അലർജി ഉണ്ടാക്കും. മൂപ്പർക്ക് എന്തുണ്ടാക്കൂല, അത് അലർജി ഉണ്ടാക്കൂല. എന്നതുപോലെ അള്ളാഹിൻ്റെ 100 കൂടെ നമുക്ക് താങ്ങാൻ പറ്റൂല. മശായിഖന്മാർ അത് തരൂല. കാരണം താങ്ങാൻ പറ്റുന്ന ഹൃദയത്തിലേക്കൊന്നും ഹൃദയം ആയിട്ടില്ല, അപ്പോൾ അത് തരൂല. മറ്റുള്ളവർക്ക് അത് താങ്ങാൻ പറ്റുന്ന ഇതിലേക്ക് എത്തിക്കുന്നു, മൂപ്പർക്കത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും അള്ളാഹു താലയും മശായിഖന്മാരും ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നൽകുന്നുണ്ട്, ആ മദതുകളൊക്കെ. പക്ഷെ നമ്മളെ ഹൃദയം അത് പാകപ്പെടാത്തത് കൊണ്ട് മരണത്തിന്റെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി ബഹുമാനപ്പെട്ട ഒരു ഫതഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ, മരിക്കുന്നതിന് മുമ്പായിട്ട് അതൊക്കെ യഥാർത്ഥ മുരീദും മുറാദുമാണെങ്കിൽ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടേ ഒരാൾ എന്ത് ചെയ്യുള്ളൂ, മരണപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അമല് കൊണ്ടെന്താ എനിക്കൊരു എഫക്റ്റ് കിട്ടാത്തത്, എനിക്കതിൻ്റെ ആസ്വാദനം കിട്ടാത്തത്, അല്ലെ എന്താ എൻ്റെ ഹൃദയത്തേക്ക് അല്ലാണ്ട് 100 വരാത്തത്? അതിലാരും സങ്കടപ്പെടേണ്ട. ഓരോ ആളുകൾക്കും ഓരോ സമയം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിൻ്റെ പ്രകാശവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.